മേപ്പാടി ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലെല്ലാം ഉരുൾപൊട്ടൽ ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന റെസ്ക്യൂ ടീമിനെല്ലാം ചായയും ഭക്ഷണ സാധനങ്ങളെല്ലാം സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പോയിരുന്നു. അപ്പോൾ പോയപ്പോഴാണ് ശരിക്കും അവിടെ ഉണ്ടായ സംഭവങ്ങൾ നമ്മൾ കാണുന്നത്. നമ്മൾ ന്യൂസിൽ കാണുന്നതിന് ഒരു പരിമിതിയുണ്ട്. കാരണം ഇതിന് മുന്നേ ചൂരൽമലയും മുണ്ടക്കൈയെല്ലാം സന്ദർശിച്ചവർക്കാണ് ശരിക്കും അവിടെ ഉണ്ടായ സംഭവം നേരിൽ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അത്രയും ഭയാനകമായ സംഭവമാണ്. അത്രയും വലിയ നമ്മൾ ഈ ഫോട്ടോയിലും വീഡിയോയിലും കാണുന്ന രീതിയിലുള്ള കല്ലുകളും കാര്യങ്ങളൊന്നും അല്ല അവിടെ കാണുന്നത്. നേരിൽ ചെന്നാലാണ് ആ കല്ലിൻ്റെ വലുപ്പം അവിടെ ഉണ്ടായ ഈ ഉരുൾപൊട്ടലിൻ്റെ ആഘാതം എത്രയാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുക. അത്രയും ഭയാനകമായ ഒരു അവസ്ഥയാണ് അവിടെ. ഇവിടെ നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ചില സ്ഥലങ്ങളിൽ കാണുമ്പോൾ നമുക്ക് ഇവിടെ വീടുകളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ എത്ര നന്ദി പറഞ്ഞാലും അവർക്ക് മതിയല്ലോ. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി ഇവിടെ ദുരന്ത സ്ഥലത്താണെങ്കിലും ക്യാമ്പുകളിലാണെങ്കിലും ആംബുലൻസ് സർവീസ് എല്ലാ ഇതിലും കാര്യങ്ങളിലും എല്ലാ കൂട്ടായ്മകളും പങ്കെടുത്ത് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കൂലിയോ കാര്യങ്ങളോ പ്രതീക്ഷിക്കാതെയാണ് അവരെല്ലാം ചെയ്യുന്നത്. അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മേപ്പാടി ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലെല്ലാം ഉരുൾപൊട്ടൽ